Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. ആണോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എവിടെ കുറവുണ്ടോ? നിഷയുടെ വീട് എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സ് ഓർക്കുന്നില്ല. മലപ്പുറം. ഓക്കെ, നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരിക്കുന്നേ? ഹോസ്പിറ്റൽ എത്തിക്സ് അല്ലേ? ഹോസ്പിറ്റൽ എത്തിക്സ് ആണല്ലോ. എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരെ എടുത്തു. കംപ്ലീറ്റ് ആയി. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരെ കംപ്ലീറ്റ് ആയി. കുറെ ആയ ക്ലാസ്സിൽ കയറിട്ടോ. റെക്കോർഡ് ക്ലാസ്സുകൾ കാണണം കേട്ടോ. എക്സാമിന് നമ്മുടെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അതുപോലെ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും. 11th ബാച്ചിലേക്ക് കുറച്ച് കുട്ടികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതോ പുതിയ ബാച്ചിലേക്ക് 9th-ലെയാണ് ഏതോ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ്സുകൾ ഒരുപാട് മിസ്സായിട്ടുണ്ടാവും. ക്ലാസ്സുകൾ എല്ലാത്തിന്റെയും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കണ്ടിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നമ്മൾ ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഏത് നിയമത്തിന്റെ കീഴിലാണ്? ഏത് നിയമത്തിന്റെ കീഴിലാണ് നമ്മൾ പഠിച്ചത്? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് ആക്ടിന്റെ കീഴിലാണ്? മറന്നുപോയോ? ഏത് ആക്ടിന് കീഴിലാണ്? ഏതാണ്? റൈറ്റ് ഇൻഫർമേഷൻ ആക്ടോ? അതെന്താണ്? ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആക്ച്വലി റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിലാണ്. ഏത് ആക്ടാ? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെ, 2016 കേട്ടോ. മാറിപ്പോവരുത് കേട്ടോ. റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. അതിന്റെ കീഴിലാണ് നമ്മുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാവും? ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യണമെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ബന്ധപ്പെട്ട അധികാരികളാണ് കൊടുക്കുക അല്ലെ, അല്ലാതെ എല്ലാവർക്കും കൊടുക്കില്ല. ഒരു പേഴ്സണ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ളത്? ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എന്ത് വേണ്ടേ? പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ് നമ്മൾ പറയുന്നത്. പ്രൂഫ് ഓഫ് റെസിഡൻസ് അല്ലെ. റെസിഡൻസ് അവരെവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്നതിന്റെ ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു തെളിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് നാളെയും ഈ ഒരു ഡിസബിലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ, മാറ്റങ്ങൾ വരാം. ചിലർക്ക് പെർമനന്റ് ആയിട്ട് മാറാൻ സാധ്യതയില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവർക്ക് എത്ര വർഷത്തേക്ക് നമ്മൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? 5 വർഷത്തേക്ക് അല്ലെ. 5 വർഷത്തേക്കായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. അപ്പൊ 5 വർഷത്തേക്കുള്ള കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ബോർഡ് എന്ത് ചെയ്യും? വിശദമായിട്ട് പരിശോധിച്ച് ഇവർക്ക് ഈ ഒരു ഡിസബിലിറ്റിയിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അത് ക്ലിയർ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടി ആ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെയാണ് ആ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ബോർഡില്, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാവുന്നേ? ആരാണ്ടാവുക? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ? എന്താണ് മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊക്കെ ഇട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കാര്യമാണോ പറഞ്ഞേ?
ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞേ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കാര്യം ഇപ്പൊ വീടുകളില് പ്രസവം നടത്തി ജനിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ, അതല്ലേ പറഞ്ഞേ നമ്മള്? വീടുകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്നാണ് പാരന്റ്സിന് എന്ത് ചെയ്യും ലഭ്യമാകുന്നല്ലേ പറഞ്ഞത്? അതല്ലേ പറഞ്ഞേ? ഓക്കെ, നോക്കി ഞാൻ മെഡിക്കൽ ബോർഡിൽ ആരൊക്കെയാണെന്നാ പറഞ്ഞത്? ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലേ? ആണോ? ഇതാണോ പറഞ്ഞത് നമ്മള്? അതെ, ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഇൻ ദ ഡിസ്ട്രിക്ട്. അതുപോലെ തന്നെ ആരാണ്? മറ്റൊരു എക്സ്പെർട്ട്, അതായത് ഇവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസബിലിറ്റി ഏതാണോ അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് അല്ലെങ്കിൽ ഒരു വിദഗ്ധനും കൂടി ഉണ്ടാവും അല്ലെ. കുറെ എക്സാമ്പിളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒഫ്താൽമിക് സർജൻ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവയാണ്. വിഷ്വൽ ഹാൻഡിക്രാഫ്റ്റ്സിന് വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ ENT സർജൻ ആണെങ്കിൽ അതിനനുസരിച്ച് സ്പീച്ച് ആൻഡ് ഹിയറിംഗുമായി ബന്ധപ്പെട്ട ഹാൻഡിക്രാഫ്റ്റ്സിന് വേണ്ടി. അപ്പൊ അങ്ങനെ അവരുടെ ഡിസബിലിറ്റി ഏതാണോ അതിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെർട്ടുകളായിരിക്കും ആ ഒരു മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ അത്? അതോ ഓക്കെ ആണോ? ഇഷ്യൂ ഓഫ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓക്കെ. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് ഇവിടെ എത്ര പേര് കഴിഞ്ഞ ഞാൻ എല്ലാ ക്ലാസ്സിലും മിസ് പറയാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വനം എന്ന് പറയാറില്ലേ? എത്ര പേര് വായിച്ചിട്ടുണ്ടായിരുന്നു? വായിക്കില്ല അല്ലെ? ഓക്കെ, ഒരു എക്സാം ആവാറായി. അപ്പൊ ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് ആണ് നോക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അവയവ മാറ്റിവെക്കൽ നിയമം അല്ലെ. നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ പറയുന്നത് കേട്ടോ. Transplantation of Human Organs Act, that is THOA 1994, was enacted to provide a system of removal, storage and transplantation of human organs for the therapeutic purposes and for the prevention of commercial dealings in human organs. എന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 പറയുന്നത്? ചോദിക്കാറുണ്ട് കേട്ടോ. അതിന്റെ വർഷവും അതുപോലെ തന്നെ ഷോർട്ട് ഫോം ഒന്ന് നോക്കി വെക്കണേ. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം, എന്തിനു വേണ്ടിയാണ് അതും നോക്കണം കേട്ടോ. Was enacted to provide a system of removal, storage and transplantation of human organs for therapeutic purpose. എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്? നമുക്ക് ഹ്യൂമൻ ഓർഗൻസ് അല്ലെങ്കിൽ മനുഷ്യന്റെ അവയവങ്ങൾ അല്ലെ, മനുഷ്യ അവയവങ്ങള് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റുന്നത് ഈ ഒരു ആക്ട് വഴി? എന്തിനു വേണ്ടിയാ? തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടി. എന്ന് വെച്ചാൽ എന്താ? ചികിത്സാപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അല്ലെ. ആൻഡ് പ്രിവെൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഡീലിംഗ്സ് ഇൻ ഹ്യൂമൻ ഓർഗൻസ്. ഹ്യൂമൻ ഓർഗൻസുമായി ബന്ധപ്പെട്ട വാണിജ്യ ഇടപാടുകൾ എന്ത് ചെയ്യുന്നു? തടയുന്നു അല്ലെ. നമ്മൾ കേട്ട് കാണുമായിരിക്കും. ഇപ്പൊ അത് നമ്മുടെ ഇതാണ്, ഇപ്പൊ കിഡ്നി ആണെങ്കിലും ഒക്കെ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി ഒരുപാട് മീഡിയേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഇത് വിൽക്കുന്ന അല്ലെ, ഒരു മറ്റു പ്രൊഡക്റ്റ് പോലെ തന്നെ വിൽക്കുന്ന ഒരു സംഭവം അല്ലെ. ഒരു മീഡിയേറ്റേഴ്സ് ആയി നിന്ന് അവർ കുറെ പണം തട്ടിയെടുക്കുന്നു, മറ്റൊരാൾക്ക് അല്ലെ, അങ്ങനത്തെ കുറെ കേസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ തടയുന്നതിന് വേണ്ടി ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഡീലിങ്സ് ഈ ഒരു ഹ്യൂമൻ ഓർഗൻസിനെ വെച്ച് യാതൊരുവിധ വാണിജ്യ ഇടപാടുകളും നടത്താനായിട്ട് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നില്ല. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നു, അതിനെ തടഞ്ഞുകൊണ്ട് ചികിത്സാപരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓർഗൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് സഹായം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റും. അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിന് വേണ്ടി ആ ഓർഗൻസ്, മനുഷ്യ അവയവങ്ങള് നമുക്ക് അവരുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യാം അല്ലെ, മാറ്റാം, അത് നീക്കം ചെയ്യാം, അതുപോലെ സംരക്ഷിക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാം, സംഭരിച്ചു വെക്കാം, ആ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം, മാറ്റി വെക്കാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു സംവിധാനം ഈ ഒരു നിയമത്തിലൂടെ നൽകുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടി, ചികിത്സാപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യാവയവങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് റിമൂവ് ചെയ്യാം, നീക്കം ചെയ്യാം, അത് സംഭരിച്ചു വെക്കാം, ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനും ഈ ഒരു നിയമത്തിലൂടെയുള്ള ഈ സംവിധാനം നൽകുന്നുണ്ട്. എന്നാൽ എന്തിനെ തടയുന്നു? പ്രിവെൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഡീലിംഗ്സ് ഇൻ ഹ്യൂമൻ ഓർഗൻസ്. മനുഷ്യാവയവങ്ങളുടെ അല്ലെങ്കിൽ വാണിജ്യ ഇടപാടുകൾ അല്ലെ,
വാണിജ്യ ഇടപാട് ഹ്യൂമൻ ഓർഗൻസുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യ ഇടപാടുകളെ തടയുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ഒരു THOA എന്ന് പറയുന്ന ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു ആക്ട് ഈസ് നൗ അഡോപ്റ്റഡ് ബൈ all states except Andhra and Jammu Kashmir who have their own similar laws. നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, അവര് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എക്സെപ്റ്റ് ആയിട്ട് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് ആന്ധ്രാപ്രദേശും ജമ്മു കാശ്മീരും. അവർക്ക് അവരുടേതായ ഇതേ സിമിലർ ആയിട്ടുള്ള ലോസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവർ ഈ ഒരു നിയമത്തെ എന്ത് ചെയ്തിട്ടില്ല, അഡോപ്റ്റ് ചെയ്തിട്ടില്ല. Then the Transplantation of Human Organs Act 1994 was enacted in the year 1994. നമുക്കറിയാം 1994 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഒരു വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഷോർട്ട് ഫോം തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ. And has been adopted in all states except while state of Jammu Kashmir and Andhra Pradesh which have their own legislation in this regard. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ 1994 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ അതായത് ജമ്മു കാശ്മീരും ആന്ധ്രാപ്രദേശും ഒഴികെ അല്ലെങ്കിൽ ആന്ധ്രപ്രദേശും ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു നിയമം പ്രാബല്യത്തിലുണ്ട്. അതും എന്തുകൊണ്ടാണ് അവർക്ക് വരാത്തത്? അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ലോസ്, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ലോസ് ഉള്ളത് കൊണ്ടാണ് അവരത് എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യാത്തത്. Then the main purpose of the act is to regulate the removal, storage and ഏത് രണ്ട് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു നിയമം ഇപ്പോ ഇല്ലാത്തത്, ഈ ഒരു നിയമത്തെ അഡോപ്റ്റ് ചെയ്യാത്ത രണ്ട് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാ വരുന്നേ? അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ രണ്ട് സ്റ്റേറ്റുകളുടെ പേര് കേട്ടോ. ജമ്മു കാശ്മീരും ഏതാണ്, മറ്റൊരു ഏതാ? ആന്ധ്രാപ്രദേശ്. രണ്ടിട്ടും നോക്കണം കേട്ടോ, ചോദിക്കാറുള്ളതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്. Then the main purpose of the act is to regulate the removal, storage and transplantation of human organs for therapeutic purposes and for the prevention of commercial dealings in human organs. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെയാണ് അല്ലെ. The main purpose, ഈ ഒരു ആക്ടിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടി, ചികിത്സാപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഹ്യൂമൻ ഓർഗൻസിനെ ചെയ്യാം, സംഭരിക്കാം, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും ചെയ്യാനായിട്ട് ഈ ഒരു നിയമം അനുവദിക്കുന്നുണ്ട്. എന്തിനെ തടയുന്നു? പ്രിവെൻഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഡീലിംഗ്സ് ഇൻ ഹ്യൂമൻ ഓർഗൻസ്, മനുഷ്യാവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാണിജ്യ ഇടപാടുകൾ തടയുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിനുശേഷം നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാം. ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് ഭാഗം? ഓക്കെ. Then next പറയുന്നത് the act was amended in 2011 and the Transplantation of Human Organs Amendment Act 2011. അതായത് ഇവിടെ എല്ലാ നിയമങ്ങളും നമുക്കറിയാം ഭേദഗതി വരുത്തും അല്ലെ. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ ഭേദഗതികൾ വരുത്താറുണ്ട്. ഈ ഒരു ആക്ടും ഭേദഗതി ചെയ്തത് 2011 അതിനുശേഷം ആ ആക്ട് അറിയപ്പെടുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് അമെൻഡ്മെന്റ് ആക്ട് 2011 ആണ്. 2011 അത് ഭേദഗതി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് അമെൻഡ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി നിയമം എന്ന രീതിയിൽ 2011 ഭേദഗതി നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഭേദഗതി വരുത്തിയ ഈ ഒരു നിയമം എന്താ came into force 10/1/2014 in the state of Goa, Himachal Pradesh, West Bengal and Union Territories. അപ്പൊ നമ്മുടെ ഗോവയിലെ സ്റ്റേറ്റ് ഓഫ് ഏതൊക്കെ സ്റ്റേറ്റുകളാണെന്നാ പറയുന്നത്? ഗോവ, ഹിമാചൽ പ്രദേശ്,
വെസ്റ്റ് ബംഗാൾ, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ്, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങള് മുതലായ ഇടങ്ങളില് ഈ ഒരു അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഒരു ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2011 ഈ ആക്ട് വന്നെങ്കിൽ പോലും ഇവിടെയെല്ലാം പ്രാബല്യത്തിൽ വന്നത് എന്നാ 10/1/2014 ആ ഒരു 2014 വന്നത് ഗോവയിലും ഹിമാചൽ പ്രദേശിലും വെസ്റ്റ് ബംഗാളിലും യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അന്നാണ് അത് നിലവിൽ വന്നിരിക്കുന്നത്. Then other states who have adopted the Amendment Act till date are Rajasthan, Sikkim, Jharkhand, Kerala, Orissa, Punjab, Maharashtra, Assam, Haryana, Manipur, Gujarat, Bihar and Uttar Pradesh. ഇനി ഈ ഒരു നിയമം മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് വരെയും ഈ ഭേദഗതി നിയമം എന്ത് ചെയ്തിട്ടുള്ളത് അംഗീകരിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നവര്. ഓരോ സംസ്ഥാനങ്ങളും എല്ലാം ഒരുമിച്ച് തന്നെ അംഗീകരിക്കണമെന്നില്ല, അവർക്ക് അവരുടേതായ രീതിയിലായിരിക്കും. ഇപ്പൊ ഈ ഒരു ഗോവ, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ 2014 മറ്റു കണക്ക് പറയുന്ന ഓരോരുത്തർ ഒരു വർഷം വ്യത്യാസമായിരുന്നു. ആ വർഷമൊന്നും നിങ്ങൾ പഠിക്കണ്ടല്ലോ. ഇന്ന് വരെയും നമ്മുടെ ഈ നിയമം നിലവില് അംഗീകരിച്ചിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളാണ് എന്തെന്ന് പറയുന്നത് രാജസ്ഥാൻ, സിക്കിം, ജാർഖണ്ഡ്, കേരള, ഒറീസ, പഞ്ചാബ്, മഹാരാഷ്ട്ര, അസം, ഹരിയാന, Manipur, Gujarat, Bihar and Uttar Pradesh. Almost വന്നിട്ടുണ്ട് അല്ലെ. Then the Amendment Act is now named Transplantation of Human Organs and Tissue Act, THOTA 1994. ഈ ഒരു Amendment Act ഇപ്പോ അറിയപ്പെടുന്നത് ഈ ഒരു ഭേദഗതി നിയമം ആദ്യം എന്തായിരുന്നു ഇതിന്റെ പേര്? ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്നല്ലേ പഠിച്ചത്? ആണ്. THOL, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് ആണ്. ഇപ്പോ ഈ ഒരു ഭേദഗതി വരുത്തിയ നിയമം അറിയപ്പെടുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്നാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളെ. നിലവിലെ ഈ ഒരു ആക്ട്, അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതി നിയമം അറിയപ്പെടുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട്, THOTA. ഒരു ടി അതിന്റെ ഇടയിൽ കയറിയിട്ടുണ്ട് അല്ലെ. THOTA ടിഷ്യൂസ് ആക്ട് എന്നുള്ള ടിഷ്യൂസ് എന്നുള്ളൊരു വേർഡ് കൂടി വന്നിട്ടുണ്ട്. 1994 എന്നാണ് നിലവിലെ ഈ ഒരു അമെൻമെന്റ് ആക്ട് അറിയപ്പെടുന്നത്. Then the brainstem death is recognized as a legal death in India under the Transplantation of Human Organs and Tissue Act since 1994. Like many other countries, it has revolutionized the concept of organ donation after death. അതായത് brainstem death അല്ലെങ്കിൽ brain death എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ബ്രെയിൻ ഡെത്ത് കൂടുതലും നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരിൽ നിന്നല്ലേ അല്ലെ? കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ബ്രെയിൻ സ്റ്റെം ഡെത്ത്, മസ്തിഷ്ക മരണം സംഭവിക്കുക അല്ലെ. അപ്പൊ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യയില് ഒരു ലീഗൽ ഡെത്ത് ആണ്, ഒരു നിയമപരമായിട്ടുള്ള ഒരു മരണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അണ്ടർ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് എന്ത് ആക്ടിന്റെ കീഴില്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് 1994 കീഴില് ഈ ഒരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് അല്ലെങ്കിൽ ഈ ബ്രെയിൻ ഡെത്തിനെ ഒരു ലീഗൽ ഡെത്ത് ആയിട്ട് ഇന്ത്യയില് എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കൺട്രീസിലെ പോലെ തന്നെ which have revolutionized the concept of organ donation after death. അതായത് ഡെത്തിന് ശേഷം, മരണശേഷം ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അംഗീകരിക്കുക എന്നുള്ള കാര്യം. കാരണം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്കാണ് നമ്മുടെ ആ ഒരു ഡെത്തിന് ശേഷം അല്ലെ, മരണത്തിന് ശേഷം ഒരുപാട് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരിൽ നിന്നാണ് കൂടുതൽ നമ്മുടെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അത് ലീഗലായിട്ട് അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ അവിടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഇതിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. After natural cardiac death, only a few organs or tissues can be donated, including vital organs such as kidney, heart, liver and lungs. ഇനിയിപ്പോ ഒരു ആഫ്റ്റർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാർഡിയാക് ഡെത്ത് ആണെന്ന് വിചാരിക്കാം. ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നാച്ചുറൽ ആയിട്ടുള്ളത് വന്ന് എന്തെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഓർഗൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റില്ല. അതേസമയം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്ക് അങ്ങനെയാണോ? അവരുടെ ഓൾമോസ്റ്റ് മിക്കതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇതുപോലെ ഈ ഒരു ഇവിടെ കുറച്ച്, അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാർഡിയാക് ഡെത്ത് സംഭവിച്ചവർക്കാണെങ്കിൽ കുറച്ച് ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ് മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നിയോ ഹാർട്ടോ ലിവറോ ലങ്സോ അങ്ങനെയുള്ളതൊക്കെ വളരെ പെട്ടെന്ന് അധികം സമയം എടുക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റും. എന്നാൽ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്ക് അതിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചാൻസുകളാണ് നമുക്ക് അവിടെ ഉള്ളത്. Then in pursuance to the Amendment Act, the transplantation of human organs and tissues rules have been notified on 27 March 2014. The Amendment Act and revised rules have many provisions for promotion of organ donations from cadavers. ഈ അടുത്തതായിട്ട് പറയുന്നത് in pursuance to the Amendment Act, ഈ ഒരു ഭേദഗതി നിയമത്തിന് അനുസൃതമായിട്ട് transplantation of human organs and tissue rules indeed have been notified. വിജ്ഞാപനം ചെയ്യുകയുണ്ടായി. 27th March 2004 ഈ ഒരു വിജ്ഞാപനം നമ്മുടെ ഭേദഗതി ആക്ട് ഉണ്ടല്ലോ, ഈ അമെന്റ്മെന്റ് ആക്ടുമായി അനുസൃതമായിട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് ചെയ്തു, കുറച്ച് റൂൾസ്, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ റൂൾസ് കൊണ്ടുവരികയുണ്ടായി, വിജ്ഞാപനം ചെയ്യുകയുണ്ടായി. അത് 27th March 2014 അപ്പൊ ഈ ഒരു ഭേദഗതി ആക്ടും അതുപോലെ ഈ ഭേദഗതിയിലെത്തിയ നിയമങ്ങളും how many provisions for the promotion of organ donations from cadavers. മരിച്ച cadavers എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങൾ അല്ലെ, മൃതദേഹങ്ങളിൽ നിന്നുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി വ്യവസ്ഥകൾ ഈ ഒരു നിയമത്തിലൂടെയും ഈ ഒരു റൂൾസിലൂടെയും വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു 3 പോയിന്റ്സ്. ആദ്യത്തേതിൽ എന്താ പറയുന്നത്, അത് ആ ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഹ്യൂമൻ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് അമെന്റ്മെന്റ് ആക്ട് വന്നത് 2011 ഭേദഗതി നിയമം വന്നത് 2011 അത് ഈ പറയുന്ന ജില്ലകളിൽ, ഏതൊക്കെ ജില്ലകളിൽ, ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ്, ഗോവ, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, യൂണിയൻ ടെറിട്ടറീസ്, അവിടെ പ്രാബല്യത്തിൽ വന്നതാണ് 10/1/2014. മനസ്സിലായോ? അത് അങ്ങനെ തന്നെ തിരിച്ചു പഠിക്കണം കേട്ടോ. അതുപോലെ അതിന്റെ നെയിം എന്താണെന്നുള്ളത് നോക്കി വെക്കണം. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയെങ്കിൽ ഇതും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. കേട്ടിട്ടുണ്ടോ? അതിന്റെ വർഷം തന്നിട്ടില്ല, 1955 ആണ് കേട്ടോ, 1955 ഇയർ തരാത്ത ഇയർ ഒന്നും ചോദിക്കാറില്ല, ഇതിലുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ. 1955 ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് വരുന്നത്. എന്താ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ? കൃത്രിമ ബീജസങ്കലന നിയമം, മലയാളത്തിൽ അങ്ങനെ അറിയപ്പെടുന്നത് കൃത്രിമ ബീജസങ്കലന നിയമം എന്നറിയപ്പെടും. Then in this act prescribed the obligation to obtain a permit from the minister for the collection, sale, import or export of animal semen or the carrying out artificial insemination. ഒരു കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനോ അല്ലെങ്കിൽ അനിമൽസ് മൃഗങ്ങളുടെ ബീജം എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുന്നതിനോ അത് വിൽക്കുന്നതിനോ അത് ഇമ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെ, എന്താണ് കയറ്റുമതി ചെയ്യുന്നതിനോ ഇറക്കുമതി ചെയ്യുന്നതിനോ ഒക്കെ എന്ത് ചെയ്യണം, മന്ത്രിയിൽ നിന്നും അനുവാദം വാങ്ങേണ്ട ബാധ്യത ഈ ഒരു നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു നിയമത്തിൽ എന്താ പറയുന്നത്,
അനിമൽ സെമൻസ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബീജം കളക്ട് ചെയ്യുക, സെയിൽ ചെയ്യുക, വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക, കയറ്റുമതി ചെയ്യുകയോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്രിമ ബീജസങ്കലനം നടത്തണമെങ്കിലോ ആരിൽ നിന്ന് അനുമതി വാങ്ങണം അല്ലെങ്കിൽ പെർമിറ്റ് വാങ്ങണം എന്നായി ഒരു നിയമത്തിൽ പറയുന്നത് ഫ്രം ദ മിനിസ്റ്റർ, മിനിസ്റ്ററിൽ നിന്നോ ഒരു അനുവാദം വാങ്ങണം എന്നൊരു ബാധ്യത ഈ ഒരു നിയമത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. Then a person shall not collect, sell, import or export semen from an animal or artificially inseminate an animal except under the in accordance with the conditions contained in permit. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തണം അല്ലെങ്കിൽ ഒരു അനിമലിൽ നിന്നും ഈ പറയുന്ന സെമൻ അല്ലെങ്കിൽ ബീജം കളക്ട് ചെയ്യണം, അത് എക്സ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, ഒരു പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ആർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്? മിനിസ്റ്റർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ മിനിസ്റ്റർ എന്ത് ചെയ്യും? ആ ഒരു പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി അവർ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും അനുസൃതമായിട്ട് കണ്ടീഷൻസ് കണ്ടെയ്ൻഡ് ഇൻ പെർമിറ്റ്, പെർമിറ്റിലുള്ള എല്ലാ കണ്ടീഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകൾക്കും അനുസൃതമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ അനിമൽസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കൃത്രിമ ബീജസങ്കലനം നടത്താനോ അല്ലെങ്കിൽ സെമൻസ് അല്ലെങ്കിൽ ബീജങ്ങൾ കളക്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പാടുള്ളൂ എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. The Act also defines power of inspection for purpose of this Act and also defines the power of inspection for the രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ആ ഒരു സെന്റൻസ് കേട്ടോ. ഒന്ന് നോക്കിയേ. The Act also defines power of inspection for this for the purpose of this Act. അതുവരെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെയും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഓൾസോ മുതല് ഓൾസോ ഡിഫൈൻസ് പവേഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് വരെയും വേണ്ട കേട്ടോ. അതൊന്നും വിട്ടേക്ക് കേട്ടോ. രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റെഗുലേഷൻ മേക്കിംഗ് പവേഴ്സ് ഓഫ് ദ മിനിസ്റ്റർ എന്താ പറയുന്നത്? ഈ ഒരു ആക്ടിൽ പറയുന്നത് പവർ ഓഫ് ഇൻസ്പെക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്. ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു നിയമത്തിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശോധനകളും അധികാരങ്ങളും ഒക്കെ ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേഷൻ മേക്കിംഗ് പവേഴ്സ് ഓഫ് ദ മിനിസ്റ്റർ, മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിയുടെ നിയന്ത്രണ നിർമ്മാണ അധികാരങ്ങളും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഈ ഒരു നിയമം പാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഉദ്ദേശം പരിപാലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള പവർ അല്ലെങ്കിൽ അധികാരങ്ങളും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മിനിസ്റ്ററിന്റെ എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഇവിടെ നിയന്ത്രണം നടത്താം, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിർമ്മിക്കാം, ഡെവലപ്പ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതിനുള്ള അധികാരങ്ങളും ആ ഒരു മിനിസ്റ്ററിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ടുവരണമെങ്കിലോ റൂൾസ് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേഷൻസ് വെക്കണമെങ്കിലോ അതൊക്കെ ആ ഒരു മിനിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആ ഒരു അധികാര പരിധിയിൽ ഈ ഒരു നിയമത്തിന് കീഴിൽ ചെയ്യാവുന്നതാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ കൃത്രിമ ബീജസങ്കലന നിയമം. ഇതിൽ നിന്ന് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഒരു അനിമൽസിന്റെ മൃഗങ്ങളിൽ നിന്നുള്ള ബീജങ്ങൾ കളക്ട് ചെയ്യാനോ എന്താണ് സ്റ്റോർ വിൽപ്പന നടത്താനോ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ ആരിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു കൃത്രിമ ബീജസങ്കലനം നടത്താനോ ആരിൽ നിന്നുള്ള അനുമതി വേണം എന്നാ പറയുന്നത്? മിനിസ്റ്ററിൽ നിന്നുള്ള അനുമതി അല്ലെങ്കിൽ പെർമിറ്റ് വാങ്ങണം എന്നതാണ് ഈ ഒരു നിയമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് പോലും ഇത് പറയുന്ന ഒരു പെർമിറ്റ് ഇല്ലാതെ, പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടും ആ ഒരു മിനിസ്റ്റർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, പെർമിറ്റിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അവര് ഇഷ്യൂ ചെയ്ത് തരുന്ന ആ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ യാതൊരുവിധ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ അതിന്റെ അവരുടെ സെമൻ കളക്ട് ചെയ്യാനോ സെയിൽ ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഈ ഒരു ആക്ടില് അതുപോലെ തന്നെ ഈ നിയമത്തിന്റെ പ്രത്യേക ഉദ്ദേശം ഈ
നിയമം എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ പ്രത്യേക ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ പർപ്പസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പവേഴ്സ്, അധികാരങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനുള്ള അധികാരങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഒരു നിയമം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മിനിസ്റ്റർക്ക് കുറേയധികം റെഗുലേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, കൊണ്ടുവരാനായിട്ടുള്ള ഒരു അധികാരം കൂടി ഈ ഒരു നിയമം വഴി കൊടുക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ? Then അടുത്തതാണ് കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. അപ്പൊ മാനസിക രോഗികളായിട്ടുള്ള അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. നോക്കിയാൽ സെക്ഷൻ 14 ഓഫ് ദ നാഷണൽ ട്രസ്റ്റ് ആക്ട്. അപ്പൊ ആ ഒരു നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലുള്ള സെക്ഷനിലാണ് ഇത് വരുന്നത്. അപ്പൊ അത് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ആ ഒരു ആക്ട് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴില് സെക്ഷൻ 14 ഈ ഒരു മെന്റലി ഇൽ പേഷ്യൻസിന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേശീയ ട്രസ്റ്റ് നിയമത്തിന് കീഴിൽ says that a parent, relative or organization can voluntarily apply for guardianship with the local committee established under the same act. അതായത് ഈ ഒരു നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റിയിലേക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിന്റെ പ്രാബല്യത്തിൽ ഈ ഒരു ആക്ട് പറയുന്നത് അവരുടെ പാരന്റ്സിന്, ബന്ധുക്കൾക്ക്, രക്ഷിതാക്കൾക്കോ അവരുടെ റിലേറ്റീവ്സിന്, ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ can voluntarily apply, സ്വമേധയായിട്ട് ചെയ്യാം, മറ്റൊരാളുടെ നിർബന്ധപ്രകാരമല്ല, അവർക്ക് സ്വമേധയാ അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ, ഈ ഒരു മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന്റെ ആ ഒരു കസ്റ്റഡി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി ഇവർക്ക് സ്വമേധയാ അപ്ലൈ ചെയ്യാം. ഗാർഡിയൻ അപ്പോയിന്റഡ് അണ്ടർ ദിസ് പ്രൊവിഷൻ, ഈ ഒരു നിയമത്തിന് കീഴിൽ അപ്പോയിന്റഡ് ആയിട്ട് നിയമിക്കപ്പെടുന്ന ഒരു ഗാർഡിയൻ അല്ലെ, അവർക്ക് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ അവരെ സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ട് ആ ഒരു കസ്റ്റഡി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു ഗാർഡിയൻ എന്ത് കാര്യങ്ങളാണ് ചെയ്തേണ്ടത്, ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ദ മെന്റലി റിട്ടാർഡഡ് പേഴ്സൺ ആസ് വെൽ ആസ് ഹിസ് പ്രോപ്പർട്ടി. എന്തൊക്കെ കാര്യങ്ങളാണ് അവര് കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു ഗാർഡിയൻഷിപ്പ് കിട്ടിയാല്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ വ്യക്തിയെയും പരിപാലിക്കണം, അതോടൊപ്പം as well as his property അല്ലെ, അവരുടെ സ്വത്തുക്കളും എന്ത് ചെയ്യണം, പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. Then the relative under chapter 6 of the National Trust will include any person related to the disabled person by blood, marriage or adoption. ഈ ഒരു റിലേറ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ ചാപ്റ്റർ 6 നാഷണൽ ട്രസ്റ്റിൽ നമ്മൾ ആദ്യത്തെ നിയമം പഠിച്ചപ്പോൾ അങ്ങനെ ഓരോ ടേംസ് പറഞ്ഞില്ലായിരുന്നോ, അതുപോലെ ഈ ഒരു നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ ചാപ്റ്റർ 6 പറയുന്നത് റിലേറ്റീവ് പറഞ്ഞാൽ will include any person, ആരാണ്, related to the disabled, ആ വൈകല്യമുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള, എന്തിലൂടെയാണ്, ബൈ ബ്ലഡിലൂടെ റിലേറ്റഡ് ആവാം അല്ലെ, ബന്ധങ്ങളാവുമ്പോൾ നമ്മുടെ ബ്ലഡിലൂടെയുള്ള റിലേഷൻ ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിലോ മാരേജിലൂടെ, വിവാഹത്തിലൂടെ വന്ന റിലേഷൻ ആവാം, ഓർ അഡോപ്ഷൻ, എന്താ, ദത്തിലൂടെ വന്നതാവാം. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ആ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് എനി പേഴ്സൺ, ആര്, ഇങ്ങനെയുള്ള ആളെന്ന് പറയുന്നത് റിലേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ടേമിൽ ഈ പറയുന്ന ആളുകളാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് എന്ന് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ
കീഴിലാണ് വരുന്നത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് സെക്ഷൻ 14 പറയുന്നത് അവരുടെ രക്ഷിതാക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ സ്വമേധയാ ഇങ്ങനെയുള്ള മെന്റലി ഇൽ പേഷ്യൻസിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ സംരക്ഷണം അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഗാർഡിയൻഷിപ്പിന് വേണ്ടി അവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്ക്, ഈ ഒരു നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യുകയും ആ ഒരു അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഗാർഡിയൻഷിപ്പ് നൽകിയാൽ ആ ഗാർഡിയനായിരിക്കും എന്തിനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അവരെ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കളും സ്ഥാപിക്കേണ്ടതും ആ ഒരു വ്യക്തിയുടെ കടമയായിരിക്കും അല്ലെങ്കിൽ ബാധ്യതയായിരിക്കും. ഇനി നമുക്ക് റിലേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കാം. റിലേറ്റീവ് എന്ന ടേം ചാപ്റ്റർ 6 നാഷണൽ ട്രസ്റ്റ് ആക്ടിലെ ചാപ്റ്റർ 6 പറയുന്നത് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് വിൽ ഇൻക്ലൂഡ് എനി പേഴ്സൺ, ആരും ഏതുവരെയെങ്കിലും ഉൾപ്പെടാം അല്ലെ. എങ്ങനെയുള്ള പേഴ്സൺ ആ റിലേറ്റഡ് ടു ഡിസേബിൾഡ് വ്യക്തി, ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഡെത്ത് വഴിയോ മാരേജ് വഴിയോ അഡോപ്ഷൻ അല്ലെങ്കിൽ ഡെത്ത് വഴിയോ റിലേറ്റഡ് ആയിട്ടുള്ള ആരെയും നമുക്ക് ഈ ഒരു റിലേറ്റീവ് ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കി. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഡേ PNDT സെക്സ് ഡിറ്റർമിനേഷൻ ആക്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? ഓൾറെഡി പഠിച്ച ആ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള മാനസിക രോഗികൾ എന്നുള്ളതാ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിലും എല്ലാ ടൈപ്പും ആളുകൾ ഉൾപ്പെടും കേട്ടോ. നോക്കി, PNDT ആക്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലായിരുന്നോ? ഇവിടെ റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ ഒന്ന് വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ആ ഒരു ആക്ട് പഠിക്കുന്നതിനൊപ്പം ഇതും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ടല്ല, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതൊന്ന് വായിക്കാം. The Preconception and Prenatal Diagnostic Techniques Act of 1994 has banned prenatal sex determination. ഈ ഒരു PNDT ആക്ട് വഴി 1994 ആക്ട് വഴി എന്തിനെയാണ് അത് നിരോധിക്കുന്നത്? എന്തിനെയാണ് നിരോധിക്കുന്നത്? പ്രസവത്തിന് മുമ്പുള്ള ലിംഗനിർണയം അല്ലെ, പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പുള്ള ലിംഗനിർണയത്തെ നിരോധിക്കുന്നു ഈ ഒരു നിയമം. വെരി ജനറ്റിക് കൗൺസിലിംഗ് സെന്റർ, ജനറ്റിക് ലബോറട്ടറി or genetic clinic engaged in counseling or conducting prenatal diagnostic techniques like in vitro fertilization, IVF with the potential of sex selection, pre-implantation genetic diagnosis before and after conception comes under the preview of CPNDT Act and acts banned. എന്താ ഇവിടെ പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെങ്കിൽ എന്താണ് ലിംഗനിർണയം നടത്താനുള്ള സാധ്യതയുള്ള കണ്ടീഷൻസ് അല്ലെ. അപ്പൊ അതായത് ഇവിടെ വെരി ജനറ്റിക് ജനിതകപരമായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്ന അല്ലെങ്കിൽ പ്രീനേറ്റൽ ആയിട്ടുള്ള പ്രസവപൂർവമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്, അതായത് ഇപ്പൊ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗുകൾ ചെയ്യുന്ന ജനിതകപരമായിട്ടുള്ള കുറെ സെന്ററുകള് അല്ലെങ്കിൽ ലബോറട്ടറികള് അല്ലെങ്കിൽ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക്സോ അല്ലെങ്കിൽ കൗൺസിലിംഗോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ സെക്സ് സെലക്ഷൻ ഡിറ്റർമിനേഷൻ സെക്സ് സെലക്ഷനുള്ള വളരെ അധികം സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നു, ബാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു നിയമം വഴി നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കൺസെപ്ഷൻ കംസ് അണ്ടർ ദ പ്രീവ്യൂ ഓഫ് ദ മുമ്പും അതുപോലെ തന്നെ കൺസെപ്ഷൻ ശേഷവും ഈ ഒരു നിയമം വഴി യാതൊരു വിധത്തിലും ലിംഗനിർണയം അനുവദിക്കുന്നില്ല. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് എന്നാണ് കേട്ടോ അവിടെ.
Act is the arrest of the declining sex ratio in India due to rampant female feticide. അതായത് ഈ ഒരു ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? വ്യാപകമായിട്ടുള്ള പെൺ ഭ്രൂണഹത്യ എന്ത് ചെയ്യുന്നു? കുറയ്ക്കണം അല്ലെ. അതായത് ഡിക്ലൈനിങ് സെക്സ് റേഷ്യോ എന്ത് ചെയ്യുന്നു? ലിംഗാനുപാതം കുറയുന്നു അല്ലെ. ലിംഗാനുപാതം ഇങ്ങനെ എന്തുകൊണ്ടാണ് ലിംഗാനുപാതം കുറയുന്നത്? റാമ്പന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്, വ്യാപകമായിട്ടുള്ള പെൺ ഭ്രൂണഹത്യ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം കുറയുന്നത് തടയുകയാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് is the arrest of the declining sex ratio in India due to rampant female feticide. വ്യാപകമായിട്ടുള്ള പെൺ ഭ്രൂണഹത്യ മൂലമുണ്ടാകുന്ന ലിംഗാനുപാതത്തിലുള്ള കുറവുകളെ തടയുകയാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ കൂടെ ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നതാണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. ഇത് കേട്ടിട്ടുണ്ടോ? ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്, ഭക്ഷ്യമായം ചേർക്കൽ നിയമം കേട്ടിട്ടുണ്ടോ? ഇയർ കൊടുത്തിട്ടില്ല. ഇയർ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. 1954 ആണ്, 1954 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് അല്ലെങ്കിൽ ഭക്ഷ്യമായം ചേർക്കൽ നിയമം. അറിയാൻ പറ്റുമല്ലോ അല്ലെ, പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ. The act provides the protection from adulteration or contamination of food that may lead to the health risk of consumers. അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു നിയമം എന്തിനു വേണ്ടിയാണെന്നുള്ളത്. The act provides the protection from adulteration or contamination of food that may lead to the health risk of consumers. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെ അപകടത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും മായം ചേർക്കലോ അല്ലെങ്കിൽ ഭക്ഷണം മലിനമാക്കുന്നതിൽ നിന്നോ എന്ത് ചെയ്യുന്നു? പരിരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം നൽകുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്യുന്നത്. The act provides the protection from adulteration, മായം ചേർക്കുക അല്ലെങ്കിൽ ആ ഫുഡിനെ മലിനമാക്കുക. അതിലൂടെ എന്ത് വരാം? ആ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ എന്താണ് ആരോഗ്യത്തിൽ അപകടകരമായ രീതിയിലുള്ള എന്താണ് കാര്യങ്ങളിലേക്ക് നയിച്ചേക്കും. അങ്ങനെയുള്ള ഉപഭോക്താക്കളുടെ എന്താണ് ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തെ അപകടകരമായ രീതിയിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള ഫുഡിൽ എന്തെങ്കിലും മായം ചേർക്കലോ അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും മലിനമാക്കുന്നതിൽ നിന്നൊക്കെ പരിരക്ഷ നൽകുന്നതാണ് ഈ ഒരു നിയമത്തിന്റെ ചെയ്യുന്നത്. Then the act deals with the frauds also that can be perpetrated by the dealers by supplying cheaper or unadulterated foods. ഇപ്പൊ എന്തെങ്കിലും വില കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അഡൾട്ടേഡ് ആയിട്ടുള്ള ഫുഡ് മായം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുകയോ ചെയ്യുന്ന ഡീലേഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്രോഡ്സ് അല്ലെങ്കിൽ ആ ഒരു വഞ്ചന പരമായിട്ടുള്ള രീതികൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു നിയമം കൈകാര്യം ചെയ്യുന്നുണ്ട്. And the act regulates the use of chemical, pesticides, flavors and other additives in food preparation. അതുപോലെ തന്നെ ഈ ഒരു നിയമത്തിൽ എന്തൊക്കെ കാര്യങ്ങളുടെ ഉപയോഗമാണ് നിയന്ത്രിക്കുന്നത്? യൂസ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നുണ്ട്. പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നുണ്ട്. ഫ്ലേവേഴ്സ്, അതുപോലെ തന്നെ മറ്റ് അഡിക്റ്റീവ്സ് ഇൻ ഫുഡ് പ്രിപ്പറേഷൻ, ഫുഡ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കെമിക്കൽസോ ഫ്ലേവേഴ്സോ പെസ്റ്റിസൈഡ്സോ മുതലായവയുടെ ഉപയോഗത്തെ ഈ ഒരു നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട്. Then through this act അത് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ഈ ഒരു ആക്ടിൽ പ്രധാനമായിട്ടും റെഗുലേറ്റ് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു ആക്ട് നിയന്ത്രണം വെക്കുന്നത്? യൂസ് ഓഫ് കെമിക്കൽസിന്റെ ഉപയോഗം, പെസ്റ്റിസൈഡ്സ്, ഫ്ലേവേഴ്സ്, മറ്റ് അഡിക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് മുതലായവ കാര്യങ്ങളുണ്ട്.
ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ചോദിക്കാറുള്ളതാണ് കേട്ടോ. Through this act, there is a control over dumping of substandard foods. അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ ഭക്ഷണങ്ങളുടെ ഓവറായിട്ടുള്ള എന്താണ് ഡംപിങ് അല്ലെങ്കിൽ വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. Enrichment of flour, bread or other cereal with vitamin C in certain food can be done under the provision made in that. ഈ ഒരു ആക്ട് വഴി കുറെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്നത് enrichment of flour, bread, cereals മുതലായവയുടെ വിറ്റാമിൻ സി എന്ത് ചെയ്യുന്നു, എൻറിച്ച്മെന്റ് കൊടുക്കാൻ, സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് വഴി എന്ത് ചെയ്യാം, വിറ്റാമിൻ സി എന്ത് ചെയ്യാം ചില ഫുഡുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷൻ ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഫ്ലോറിനെ അല്ലെങ്കിൽ ആ ഒരു ബ്രെഡിലേക്ക് കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഹെൽത്ത് കൺസ്യൂമേഴ്സിന്റെ ആ ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിനെ കുറച്ചുകൂടി ബെനിഫിറ്റ് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ കിട്ടാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതിന് ഈ ഒരു നിയമം അനുവദിക്കും. അല്ലാത്ത രീതിയിലുള്ള അഡീഷൻസും കാര്യങ്ങളും ആണ് എന്ത് ചെയ്യാത്തത്, അനുവദിക്കാത്തത്. സോ അതടുത്തത് വേറൊരു സെക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ആ ഒരു അതർ ആക്ട് എന്ന് പറയുന്നത് മുതൽ അടുത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ ഫുഡ് അഡൾട്രേഷൻ ആക്ട് അവിടെ വരെ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാല് എന്തിനു വേണ്ടിയിട്ടുള്ള നിയമമാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള നിയമമാണ്? ഉപഭോക്താക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യത്തെ അപകടകരമായ രീതിയിലേക്ക് നയിക്കുന്ന എന്താണ് ഫുഡ് അഡൾട്രേഷൻ, ഭക്ഷണം മായം ചേർക്കലോ അല്ലെങ്കിൽ മലിനമാക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമമാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞാ ഇപ്പോ ചീപ്പർ ആയിട്ടുള്ള ഫുഡ് വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ മായം കലർത്തിയിട്ടുള്ള ഫുഡ് വിതരണം ചെയ്യുന്ന അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഡീലേഴ്സിന്റെ ആ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്രോഡ്സ് അല്ലെങ്കിൽ ആ ഒരു വഞ്ചനാപരമായിട്ടുള്ള രീതികളെ ഈ നിയമം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തിന്റെയൊക്കെ ഉപയോഗമാണ് നിയന്ത്രിക്കുന്നത്, കെമിക്കൽസിന്റെ, പെസ്റ്റിസൈഡ്സിന്റെ, ഫ്ലവേഴ്സ്, മറ്റ് അഡിക്റ്റീവ്സിന്റെയും ഫുഡ് പ്രിപ്പറേഷന് സമയത്തുള്ള ആ ഒരു ഉപയോഗത്തെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആക്ട് വഴി സബ് സ്റ്റാൻഡേർഡ്സ് നിലവാരം കുറഞ്ഞ ഭക്ഷണങ്ങളുടെ വലിച്ചെറിയലും ഈ ഒരു നിയമം വഴി നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻറിച്ച്മെന്റ് ഓഫ് ഫ്ലോർ ഈ ഒരു നിയമത്തില് അലൗ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവിഷൻ കൊടുക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സി പോലെയുള്ളവ ഫ്ലോറിലോ ബ്രെഡിലോ സെറീൽസിലോ ഒക്കെ എൻറിച്ച്മെന്റ് സമ്പുഷ്ടമാക്കാൻ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആ കൺസ്യൂമേഴ്സിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിലുള്ള ഒരു അഡീഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഈ ഒരു നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിച്ചു നൽകുന്നുണ്ട്. ഇത്രയുമാണ് ഫുഡ് അഡൾട്രേഷൻ ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്തത് വേറൊരു സെക്ഷൻ ആണ് കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മള് ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് മറ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കുറച്ച് നിയമങ്ങളാണ് നോക്കുന്നത്. അതിൽ IB ആക്ട്, WC ആക്ട്, ESI ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഈ IB ആക്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇപ്പൊ ഓരോന്നും പറയുന്നത് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാ, നമുക്ക് ഈ പേരിന് കൊണ്ടൊന്നും പേടിക്കേണ്ട, വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടത്? ഡിപ്ലോമയിൽ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അറിയാലോ അല്ലെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? ഇപ്പോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് പഠിച്ച കാര്യങ്ങളല്ലേ അല്ലെ? എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വേർഡ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ? വ്യാവസായിക
തർക്കം അല്ലെ, തർക്ക നിയമമാണ് വ്യവസായ തർക്ക നിയമമാണ്. ശരിയാണ്. അപ്പൊ അവിടെ എന്ത് ആരൊക്കെ തമ്മിലുള്ള തർക്കമായിരിക്കും? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനിടയിലുള്ള തർക്കമാവാം അല്ലെ, എംപ്ലോയീസിനിടയിലുള്ളത് അല്ലെ, എംപ്ലോയേഴ്സിനിടയിലുള്ളതാവാം, അല്ലെങ്കിൽ ആ തൊഴിലുടമകൾക്കിടയിലുള്ളതോ തൊഴിലാളികൾക്കിടയിലുള്ളതോ ആവാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ളത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കമാവാം, അല്ലെങ്കിൽ തൊഴിലുടമകൾ തമ്മിൽ അവര് തമ്മിലുള്ള തർക്കമാവാം, അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് തമ്മിലുള്ള തർക്കമാവാം അല്ലെ. അങ്ങനെയുള്ള എന്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കമോ അല്ലെങ്കിൽ എന്താണ് ഒരു ഡിഫറൻസ് അഭിപ്രായ വ്യത്യാസമോ ആവാം അല്ലെ, ഒരു അഭിപ്രായ വ്യത്യാസമാവാം അല്ലെങ്കിൽ തർക്കമാവാം, രണ്ടോന്ന് തന്നെയാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യം എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? വേറെ പുറത്തെ കാര്യങ്ങളെ പറ്റിയുള്ള തർക്കം നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതെ, അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെ, അവരുടെ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ തൊഴിൽ എന്ന പദം അല്ലെങ്കിൽ ആ ഒരു ടേം എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തൊഴിൽ എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യമാവാം അല്ലെ. ഇപ്പൊ നോൺ എംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയാവാം, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം അല്ലെ. അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തെ കുറിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതാവാം. അങ്ങനെയുള്ള രീതിയിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു നിയമത്തിലൂടെ എന്തുറപ്പ് വരുത്തണം എന്ന് പറയുന്നത്? ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അവിടെ നിലനിർത്തണം എന്നാണോ പറയുന്നത്? ആണോ? അല്ല അല്ലെ. എന്താണ് ഈ ഒരു നിയമത്തിലൂടെ ഇപ്പൊ പറയാ? എന്താ പറയാ? ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി നിലനിർത്താൻ വേണ്ടി അല്ലെ, ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഓരോ ഇൻഡസ്ട്രിക്കും കൊടുക്കുന്നു. അതിലൂടെ ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ലീഗലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ ഒരു നിയമത്തിലുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഒരു ഇൻഡസ്ട്രിയില് സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെങ്കിൽ ഈ ഒരു നിയമം പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ആ ഒരു നിയമത്തിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കി, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെങ്കിൽ IDA ആക്ട് എന്ന് പറഞ്ഞാൽ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആസ് പെർ സെക്ഷൻ 2K ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 2K-യിൽ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് any dispute or difference between employers or between employers and workmen or between workmen and workmen which is connected with the employment or non-employment or terms employment or with the condition of the labor of any person. ഇവിടെ എന്താ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നാ പറയുന്നത്? ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞത്, നിർവചനമാണ് പറഞ്ഞത്. ഇതൊരു ഡിസ്പ്യൂട്ട് ഓഫ് ഡിഫറൻസ് ആണ്. ഒരു തർക്കമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ആണ് അല്ലെ. തൊഴിലുടമകളോ ജീവനക്കാരും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ ജീവനക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലുള്ള തർക്കങ്ങളാവാം. അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാ? വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ദ എംപ്ലോയ്മെന്റ്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടതാവാം അല്ലെ, അല്ലെങ്കിൽ ആ തൊഴിൽ എന്ന പദവുമായി ബന്ധപ്പെട്ടതാവാം, ഓർ വിത്ത് ദ കണ്ടീഷൻ ഓഫ് ലേബർ ഓഫ് എനി പേഴ്സൺ, അവർ തൊഴിൽ ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എന്താണ് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളെയോ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു നിയമത്തില് പ്രധാനമായിട്ടും ആ ഒരു ഇൻഡസ്ട്രിയുടെ പീസും ഹാർമണിയും അതുപോലെ തന്നെ സമാധാനവും ഐക്യമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നു. അതിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള തർക്കങ്ങളെ റിസോൾവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് അടുത്തതും കൂടി ഒന്ന് പറഞ്ഞു വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ദ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. ഓക്കെ, എന്ന് പറഞ്ഞപ്പോ എന്താണ് ദ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്? പറ, എന്താണ്? പഠിച്ച കാര്യങ്ങളല്ലേ? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി, ആ സെന്റൻസ് തന്നെ വേണമെന്നൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ആ ഒരു ആക്ടിനെ പറ്റി കേൾക്കുമ്പോ എന്ത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എന്താ മനസ്സിലേക്ക് വരുന്നത്?
അപ്പോൾ എന്തിനുള്ള കോമ്പൻസേഷനാ കൊടുക്കുന്നത് വർക്ക്മെൻസിന്? ഇപ്പൊ അവരുടെ ജോലിപരമായിട്ട് അല്ലെ, അവരുടെ തൊഴിൽപരമായിട്ട് ആ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാലോ അപകടങ്ങൾ വന്നാലോ അല്ലെ, ആക്സിഡൻസ് വന്നാലോ ഡിസീസ് വന്നാലോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യണം അവിടുത്തെ എംപ്ലോയർ തൊഴിലുടമ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടില് എന്തൊക്കെ കാര്യം? ഇൻഷുറൻസ് കൊടുക്കണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർബന്ധപരമായിട്ട് അല്ലെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടില് പ്രധാനമായിട്ടും പറയുന്നത്. അവരുടെ ഒന്നില്ലെങ്കിൽ തൊഴിലുടമയ്ക്കായിരിക്കും അല്ലെങ്കിൽ അല്ല തൊഴിലാളികൾക്കായിരിക്കാം, അല്ലെങ്കിൽ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിന് അല്ലെ അവരുടെ ആശ്രിതർക്ക് അത് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. ചിലപ്പോ അവരുടെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ ഡിസീസുകൾ വന്നേക്കാം. അതിന്റെയൊക്കെ ഭാഗമായിട്ട് എംപ്ലോയർ കൃത്യമായിട്ട് ഒരു കോമ്പൻസേഷൻ ഈ പറയുന്ന വർക്ക്മെനോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനോ നൽകണം. അതാണ് ഈ ഒരു നിയമത്തില് പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. അപ്പൊ നോക്കി, The Workmen's Compensation Act 1923 ആ ഇയർ ഒന്ന് നോക്കണം കേട്ടോ. Aim to provide the workmen and or their dependents some in case of accidents arising out of and in the course of employment and caused either death or disablement of workmen. അപ്പൊ അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻസ് വന്ന എന്തെങ്കിലും ഡിസേബിൾമെന്റ് അല്ലെ വൈകല്യങ്ങൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസീസുകൾ വന്നേക്കാം. അങ്ങനെയുള്ള ആ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വർക്ക്മെൻ അല്ലെങ്കിൽ ആ ഒരു ജീവനക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആശ്രിതർക്കോ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു ചിലവ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. Then the act imposes statutory liability upon an employer to provide payment to employees when they suffer from physical disabilities and diseases during the course of employment. അവർ ആ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ശാരീരികപരമായിട്ടുള്ള ഡിസബിലിറ്റീസ് ഈ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ. തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ വന്നോ അല്ലെങ്കിൽ രോഗങ്ങളോ കാര്യങ്ങളോ വന്നാൽ ഈ ഒരു നിയമത്തിൽ വളരെ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി എന്ന് പറഞ്ഞാല് എന്താണ്? ഇവിടെ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തിനുള്ള ബാധ്യതയാണ്? നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത അല്ലെ, നിയമാനുസൃതമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അപ്പൊ അവിടെ അവർ നിയമത്തിൽ അത് ഉറപ്പായിട്ട് പറയുന്നത് കൊണ്ടാണ് അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ്, അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് മാറ്റാനോ ചെയ്യാനൊന്നും പറ്റില്ല. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ആണ്, അതായത് ആക്ടിന് കീഴിൽ വന്നിരിക്കുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അപ്പോൾ ആ എംപ്ലോയർ ആർക്കുള്ള ബാധ്യതയാണ്? ആ തൊഴിലുടമയ്ക്കുള്ള ബാധ്യതയാണ് അല്ലെ. അവരാണ് ആ വർക്കേഴ്സിന് എന്ത് ചെയ്യേണ്ടത്? പ്രൊവൈഡ് പേയ്മെന്റ്. ഇപ്പൊ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ വന്നാല് ചിലപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ജോലിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അവരുടെ സാലറി ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള വേതനങ്ങൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ കൊടുക്കണം? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, ബോണസുകൾ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഇവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പേയ്മെന്റുകൾ അവർക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളത് എന്തൊരു നിയമാനുസൃതമായ ബാധ്യതയായിട്ട് ഈ ഒരു ആക്ടില് പറയുന്നുണ്ട്. ആരുടെ ബാധ്യതയാണ്? എംപ്ലോയറുടെ, തൊഴിലുടമയുടെ ബാധ്യതയാണ്. Then Workmen's Compensation Act 1923 എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന നിയമമാണ്. ഇന്ത്യയിലുടനീളം ഉപയോഗിക്കുന്ന ഒരു നിയമം കൂടിയാണ്. നിലവിൽ വന്നിരിക്കുന്നത് 1 ജൂലൈ 1924 അടുത്ത ദിവസം വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഈ 2 ആക്ടും. താങ്ക് യു.